நெஞ்சிலாறு படைய SPB சார்ல பகித்தம் கொண்டு வருகையில் பத்து விரல் படைய பாசமுள்ள மனிதனப்பா நாம் இச வச்ச குழந்தையப்பா என்று நல்ல நம்பினாலப்பா நன்றி உள்ள ஆளப்பா தாலாட்டி வளர்த்தது தமிழ்நாட்டு மண்ணப்பா மாலைகள் இட வேண்டாம் தங்க மகுடமும் தர வேண்டாம் தமிழ் தாய்நாடு தந்த அன்பு போதுமே என் ஒரு துளி வியர்வைக்கு ஒரு பவுன் தங்க காசு கொடுத்தது தமிழ் அல்லவா சிங்க நடை போட்டு சிகரத்தை அடைந்தால் ഈ സോങ് എവിടെയാണോ മറ്റേ നമ്മളെ ഇൻട്രോ സോങ് ആയിട്ട് തന്നെയാണോ ഇട്ടേക്കണം எம்பேரி படையப்ப இடப்பட்ட நடையப்ப என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்ப நெஞ்சிலாறு படையப்ப யுத்தம் கொண்டு வருகையில் பத்து விரல் படையப்ப பாசமுள்ள மனிதனப்பா நாம் இச வச்ச குழந்தையப்பா என்று நல்ல நம்பினாலப்பா நன்றி உள்ள ஆளப்பா தாலாட்டி வளர்த்தது தமிழ்நாட்டு மண்ணப்பா எம்பேரி படையப்ப இடப்பட்ட நடையப்ப என்னோட உள்ளதெல்லாம் இளஞ்சிங்க நெஞ்சிலாறு படையப்ப பின்னல்லூர் படையப்ப யுத்தம் கொண்டு வருகையில் பத்து வீரல் படையப்பா பாசமுள்ள மனிதனப்பா நாம் இச வச்ச குழந்தையப்பா ഇപ്പോഴത്തെ മറ്റേ കല്യാണത്തിനെ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ട്യൂൺ വരില്ലേ മ്യൂസിക് അല്ല എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ബീറ്റ് രമേഷ് ബാബു ഇതിലൂടെയാണ് ഈ മറ്റേ പഞ്ചതന്ത്രത്തിൽ വന്നത് കെ ശ്രീകുമാർ ചിലപ്പോ சகம் வேண்டாம் பட்டங்களை வாங்கி தரும் பதவியும் வேண்டாம் மாலைகள் இட வேண்டாம் தங்க மகுடமும் தர வேண்டாம் தமிழ் தாய்நாடு தந்த அன்பு போதுமே என் ஒரு துளி வியர்வைக்கு ஒரு பவுன் தங்க காசு கொடுத்தது தமிழ் அல்லவா என் உடலுக்கும் தமிழக்கும் கொடுப்பது முறை அல்லவா சடையடை போட்டு சிகரத்தையே என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்பா നടക്കുന്ന രീതിയല്ല நெஞ்சிலாறு படையப்ப பின்னாலூர் படையப்ப யுத்தம் கொண்டு வருகையில் படையப்பா பாசமுள்ள மனிதனப்பா நாம் இச வச்ச குழந்தையப்பா കളർഫുൾ ഗ്രാമത്തിന്റെ സംഭവങ്ങളൊക്കെ ആളെവിടെയോ വേറെ നാട്ടിൽ നിന്ന് വരാന്ന് തോന്നല്ലേ പുലിയുടെയാണത് ഇൻട്രോ സോങ്ങിന്റെ വൈബ് കറക്റ്റ് ആയിട്ട് കിട്ടി പെട്ടെന്ന് പാട്ട് ഇല്ലേ നമ്മുടെ മലയാളിലെ തകില് പുകിലൊക്കെ
வேளை நாளை மாலை சூடிடு அட எவனுக்கு என்ன குணம் எவனுக்கு என்ன பலம் கண்டதில்லை ஒருவருமே ஒரு விதைக்குள்ள அடைப்பட்ட ஆலமரம் கண்முடிக்கும் அதுவரை ஒரு மனமே சிகநடை போட்டு சிகரத்தை அடைந்தால் வானத்திலே என் பேரு படையப்ப இடப்பட்ட நடையப்ப என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்ப நெஞ்சிலாறு படையப்ப பின்னால் 100 படையப்ப யுத்தம் கொண்டு வருகையில் 10 வீரர் படையப்பா நாம் நேசம் வச்ச குழந்தையப்பா என்றும் நல்ல நம்பி நானப்பா நன்றி உள்ள ஆளப்பா தாராட்டி வளர்த்தது தமிழ்நாட்டு மண்ணப்பா படையப்பா பாட்டெல்லாம் சூப்பரா இருக்கு. அது இருக்கட்டும். அந்த உரி அடிக்க முடியாம நம்ம ஊர் பசங்க திரண்டு இருக்காங்களே அதை யார் அடிக்கிறது அதுக்கு ஒரு வழி சொல்லு. எனக்கே கேவலமா இருக்கு. அடேப்பா இந்த உரிய நீ அடிக்கிறியா இல்ல நான் நானே அடிக்கிறேன். நல்லாடி நல்லாடி. ഓ ഇതാണ് എന്തിരിക്കാൻ പോകുന്നേ അച്ഛൻ തന്നെയല്ലേ ഇനി അറിയില്ല അങ്ങനെ എന്താ തോന്നുന്നു. പക്ഷെ അത് കാണിച്ച രീതി ഉണ്ടായിരുന്നോ? ഇൻട്രോ കഴിഞ്ഞ് നേരെ സോങ് കഴിഞ്ഞ് നേരെ ഓ ഓ അവിടെ ഇത് കാണിച്ചിരിക്കുന്നത് ഒരു പക്ക കമേഴ്ഷ്യൽ എൻട്രി അല്ലേ? അപ്പൊ തന്നെ അതായത് നമ്മളറിയില്ലേ ആ ഒരു സീൻ കാണിച്ച ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് അല്ലേ? അതാ സംഭവം കേട്ടോ. കമേഴ്ഷ്യൽ എലമെന്റ്സിന്റെ സംഭവത്തില് എല്ലാം ഫാസ്റ്റ് ആണ്. പെട്ടെന്ന് ആൾക്കാരൊക്കെ വരുന്നു, എല്ലാരും വരുന്നു, കാണിക്കുന്നു, നേരെ സോങ് കൊടുക്കുന്നു. എല്ലാം കൂടെ ആദ്യമേ കാണിച്ചു. സസ്പെൻസ് ആയിട്ട് വെച്ചില്ല. എല്ലാവരും ഉണ്ട്. 4 പേര് നമ്മൾ വായിച്ച 4 പേരും തന്നെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശിവാജി ഗണേശൻ സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ആദ്യമേ തന്നെ കാണിച്ചിരിക്കുകയാണ്. ഇനിയും ഉണ്ടെന്ന് തോന്നിട്ടോ ഉണ്ടാവുമല്ലോ, കാരണം അപ്പനാന്ന് പറഞ്ഞല്ലോ. കാരണം പണ്ടത്തെ ആ ഒരു യൂത്തനായിട്ട് ശരിക്കും കാണിച്ചിരിക്കും. പണ്ടത്തെ മറ്റേ നാട്ടിലോട്ട് എനിക്കൊണ്ട് എവിടെയോ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സംഭവമായിട്ട് കാണിച്ചിരിക്കും. പുറത്തുനിന്നെന്തോ കഴിഞ്ഞു വരുന്ന പോലെ ഉണ്ട്. രമ്യകൃഷ്ണ പക്ക അഹങ്കാരിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരാള് അങ്ങനെ. പക്ഷെ അവിടെ സൗന്ദര്യയുടെ ക്യാരക്ടർ ഭയങ്കര നാടനായിട്ട് കാണിക്കുന്നുണ്ട്. ക്യാരക്ടറിനെ വേലക്കാരത്തി എന്നാ പറയുന്നത് അവരുടെ വീട്ടിൽ തന്നെ അങ്ങനെ അതാ കണ്ടത്. പക്ഷെ ഇവിടെ പടയപ്പ് ഇംപ്രസ്ഡ് ആയിരിക്കുന്നത് സൗന്ദര്യനെ കണ്ടിച്ചാണ്. ലോക്കാണ് ശരിക്കും. പക്ഷെ അതിനകത്ത് ലൈൻ ഉണ്ട്, അത് താരാട്ട് വളർത്തിയത് തമിഴ്നാട് മണ്ണാണെന്നാണ് പറയുന്നത്. ശരിക്കും നമുക്കറിയാം അദ്ദേഹം ഒറിജിനൽ എവിടെ നിന്നാണെന്നുള്ളത്. കാരണം അതേ പല പല ഇൻഡസ്ട്രിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞ് തമിഴ് മൂവീസിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് കിങ്ഡം ഉണ്ടാക്കിയെടുത്തത്. ശരിക്കും നമ്മൾ ആ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പദവി തന്നെ അദ്ദേഹത്തിന് കിട്ടിയത് ആ ഒരു തമിഴ്നാട്ടിലാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആ സോങ്ങിൽ അങ്ങനെ തന്നെ അവര് ആ റിയലിസ്റ്റിക് ഫീലിന് വേണ്ടിട്ട് എഴുതിയിട്ടുള്ളത്. ആ സോങ് ഒരു രക്ഷയില്ല കേട്ടോ. SPB സാറ് ഭയങ്കര എനർജി സോങ് പാടുന്നതിൽ തന്നെ ആ ഒരു എനർജി ഉണ്ട്. പിന്നെ ആ ഒരു വിഷ്വലും എല്ലാം കൂടി KS രവികുമാർ ഫസ്റ്റ് സീനിൽ തന്നെ നമുക്ക് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് സാധനങ്ങൾ അല്ലെ? എന്തായാലും waiting for next scene. അടുത്തൊരു സീനായിട്ട് വരാതിരിക്കും.